My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 258 എപ്പിസോഡിൽ കാലി സൾഫ്യൂറിക്കം എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. കണ്ണ്, ചെവി, മുഖം, വയറ് തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സവിശേഷമായ ലക്ഷണങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പിറ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ദ ഐ സിംറ്റംസ് ആർ ന്യൂമറസ്. ലിഡ്സ് അഗ്ലൂട്ടിനേറ്റഡ്, ഡ്രൈനസ്, ഡിസ്ചാർജ് യെല്ലോയിഷ്, ഗ്രീനിഷ്. നിരവധി ലക്ഷണങ്ങൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് കൺപോളകൾ പരസ്പരം ഒട്ടിയിരിക്കുന്നു, കണ്ണ് വരണ്ടിരിക്കുന്നു, ഡിസ്ചാർജസ് ഉണ്ട്, മഞ്ഞ നിറത്തിലും പച്ച നിറത്തിലുള്ള ഡിസ്ചാർജസ് ഉണ്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ദ കൺജക്റ്റീവ ഓഫ് ലിഡ്സ്. കൺജക്റ്റീവയിൽ മാത്രമല്ല ലിഡ്സിലും കൺപോളയിലും വീക്കം. ഡാർക്ക് വെയിൻസ്. കണ്ണിൽ സിരകൾ ഇരുണ്ടിരിക്കുന്നു, സാധാരണ ചുവന്ന നിറത്തിൽ കാണുന്നത് ഇരുണ്ടിരിക്കുന്നു. ഇറപ്ഷൻസ് അബൌട്ട് ദ ഐസ് ആൻഡ് ഓൺ ദ ലിഡ്സ്. കണ്ണുകളിലും കൺപോളകളിലും ഒരേപോലെ കുരുക്കൾ വരുന്നു. ലാക്രിമേഷൻ ആൻഡ് ഇച്ചിങ്. അമിതമായ കണ്ണീരൊഴുക്കലും ചൊറിച്ചിലും. ഒപ്പാസിറ്റി ഓഫ് ദ കോർണിയ. കോർണിയയിൽ പ്രകാശം കടക്കാൻ പ്രയാസമുള്ള അവസ്ഥ വരുന്നു, അതിൻ്റെ സുതാര്യത നഷ്ടപ്പെട്ടു പോകുന്നു, അതായത് കാഴ്ചയെ ബാധിക്കുന്നു എന്നർത്ഥം. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ കാറ്ററാക്ട്. ആ ഒരു അവസ്ഥയാണല്ലോ നമ്മൾ കാറ്ററാക്ട്, തിമിരം എന്ന് പറയുന്നത്. പെയിൻ, ബേണിംഗ്, പ്രസ്സിങ് ആൻഡ് ടിയറിങ്. വേദന, പൊള്ളുന്ന വേദന. ബേണിംഗ് എന്നുള്ള ഇറ്റാലിക്സിലാണ്. പ്രസ്സിങ്, ടിയറിങ്. ഫോട്ടോഫോബിയ, പ്രകാശത്തോട് ഭയം. റെഡ്നെസ് ഓഫ് ദ ഐസ് ആൻഡ് എഡ്ജസ് ഓഫ് ദ ലിഡ്സ്. കണ്ണുകളിലും കൺപോളകളുടെ വക്കിലും ചുവന്ന നിറം. സ്പോട്ട്സ് ഓൺ ദ കോർണിയ, അൾസറേഷൻ ഓഫ് ദ കോർണിയ. കോർണിയയിൽ വ്രണങ്ങൾ വരെ വരുന്നു, സ്പോട്ട്സ് വരുന്നു, വ്രണങ്ങളും വരുന്നു. സോളൻ ലിഡ്സ്. കൺപോളകൾ വിങ്ങി വീർത്ത് വരുന്നു. ഡാർക്ക് കളേഴ്സ്. ഇരുണ്ട നിറം വരുന്നു. ഡാർക്ക് കളേഴ്സ്, വെരിഗേറ്റഡ് കളേഴ്സ്, യെല്ലോ. കാഴ്ചയിൽ ഇരുണ്ട നിറത്തിൽ കാഴ്ചകൾ കാണുന്നു. പലതരം നിറങ്ങൾ ഇടകലർന്ന് ഇടകലർന്ന് കാണുന്നു. വെരിഗേറ്റഡ് കാണുന്നു, മഞ്ഞ നിറം കാണുന്നു. ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് പൊക്കിക്കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ്. ഒരാളുടെ കാര്യം എനിക്കറിയാം, കാഴ്ചയെല്ലാം മഞ്ഞ നിറത്തിൽ കാണുന്ന ഒരാൾ ഒരുപാട് ചികിത്സകൾ ചെയ്ത് അലോപ്പതി ചികിത്സയൊക്കെ കഴിഞ്ഞ് പ്രസിദ്ധമായ ഒരു ആയുർവേദ ചികിത്സാലയത്തിൽ പോയി, അത് കഴിഞ്ഞൊരു ഹോമിയോപ്പതി ചികിത്സയിൽ പോയി, ഇലക്ട്രോ ഹോമിയോപ്പതി അത് പോയി, എല്ലാം കഴിഞ്ഞ് വന്നു. വലിയ പ്രയാസം. അപ്പോൾ എന്നോടിത് പറഞ്ഞു, ഞാൻ ബയോകെമിക്ക് എന്തെങ്കിലും നോക്കാം, എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് ഞാൻ പറയാം, വാങ്ങിക്കഴിച്ചു എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നോക്കിയിട്ട് ബയോകെമിക്കൽ തെറാപ്പി ആ ബുക്കിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ കൽക്കേറിയ ഫ്ലൂർ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, യെല്ലോ വിഷൻ. കൽക്കേറിയ ഫ്ലൂർ ഞാൻ ചോദിച്ചപ്പോൾ വേറെ അപകടമൊന്നുമില്ല, ആൾക്ക് ഇംപ്ലാൻസോ മറ്റുള്ള ഇംപ്ലാൻസ് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, കഴിച്ചോളാൻ പറഞ്ഞു. 2 ആഴ്ച വാങ്ങി കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു. അത് 2 ദിവസം പോലും കഴിക്കേണ്ടി വന്നില്ല, അപ്പോഴേക്കും മഞ്ഞനിറം മാറിയെന്ന് പറഞ്ഞു. എത്രയോ എനിക്കൊരു ലക്ഷത്തിന് മേലെങ്കിലും ആൾ ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവും. ഇതൊരു നമ്മൾ ലൂസായിട്ട് കൊടുക്കുകയാണെങ്കിൽ 10 രൂപ പോലും ചിലവില്ലാത്ത സാധനം മാറിപ്പോയി. അപ്പോൾ നമ്മളെ പൊട്ടൻസിയിലും ബയോകെമിക്സിലും ഒക്കെ ഒരുപാട് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളെ വല്ലാതെയിട്ട് വലയ്ക്കുന്ന ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. അതായത് നിസ്സാരങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഇത് കണ്ടില്ലേ, വെരിഗേറ്റഡ് കളേഴ്സ്, പലതരം നിറങ്ങൾ സമ്മിശ്രമായിട്ട് വരുന്നു, അത് ബ്ലർഡായിട്ട് വരുന്നു. അതൊക്കെ നമുക്കിവിടെ നിസ്സാരമായിട്ട് അത് കാലി സൾഫാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, ജനറൽ സ്റ്റേറ്റ് അനുസരിച്ചുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ 1 ഡോസ് അല്ല 1-2 ഡോസ് കൊണ്ട് അത് മാറിപ്പോകും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഔഷധങ്ങൾ, ധാരാളം ഔഷധങ്ങൾ. ഹോമിയോപ്പതിയിൽ വലിയ സാധ്യതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അത് നമ്മളത് ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഹാലോ അറൗണ്ട് ദ ലൈറ്റ്. പ്രകാശം കാണുമ്പോൾ അതിന് ചുറ്റും വേറെ വലയം കൂടി, ചന്ദ്രനും സൂര്യനൊക്കെ ചുറ്റും ഒരു വലയം കാണും, ഹാലോ. അതുപോലെ ഒരു പ്രകാശം ഉണ്ടെങ്കിൽ പ്രകാശത്തിന് ചുറ്റും ഒരു വലയം. അത് ലെൻസിൻ്റെ പ്രശ്നമാണ്, അതിൻ്റെ ഡിഫ്രാക്ഷൻ നടക്കുന്നു എന്നുള്ളതുകൊണ്ടുള്ള കുഴപ്പമാകും. ബ്ലാക്ക് ഫ്ലോട്ടിംഗ് സ്പെക്സ്. കറുത്ത നിറത്തിൽ ഇങ്ങനെ ബിന്ദുക്കൾ സ്പോട്സ് ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ കാണും. ഡാസ്ലിംഗ്,
ഇങ്ങനെ ചാഞ്ചാടുന്ന തരത്തിലുള്ള വിഷൻസ്, ഡിം വിഷൻ, കാഴ്ച മങ്ങിപ്പോകുന്നു. എക്സർഷൻ ഓഫ് വിഷൻ ബ്രിങ്സ് ഓൺ മെനി കംപ്ലൈൻറ്റ്സ്. കാഴ്ചയുടെ കൊണ്ടുള്ള അധ്വാനം. എക്സർഷൻ വിഷൻ വായനയാകാം. ഈ വായന എന്നൊക്കെ പറയുന്നത് അൺനാച്ചുറലായിട്ടൊരു ആക്ടിവിറ്റിയാണ് വാസ്തവത്തിൽ. കണ്ണുകൾ കൂടുതലും ദൂരെ കാഴ്ച, അത്യാവശ്യത്തിന് അടുത്ത കാഴ്ച, വല്ല ജോലി ചെയ്യാനോ പിന്നെ ആഹാരം കഴിക്കാനോ ഒക്കെ അല്ലാതെ അടുത്ത കാഴ്ച പോലും കണ്ണുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല പ്രകൃതിദത്തമായിട്ട്. ദൂരക്കാഴ്ചകൾ കാണാൻ, ഒരു ശത്രുവിനെ കാണാൻ, ഒരു നമുക്കൊരു അപകടം കാണാൻ, നമ്മൾ വഴി കാണാൻ, അതൊക്കെയാണ് കണ്ണിൻ്റെ ഒരു ഉദ്ദേശിക്കുന്നത്. വായന എന്ന് പറയുന്നത് വാസ്തവത്തിൽ അൺനാച്ചുറൽ ഒരു എക്സർഷനാണ്. ഇന്നിപ്പോൾ ആണെങ്കിൽ മൊബൈൽ ഫോൺ, സെൽഫോൺ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, സ്ക്രീൻ യൂസേജ്, ടെലിവിഷൻ്റെ ഓവർ യൂസേജ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സേർഷൻ കൊണ്ട് നിരവധി പ്രശ്നങ്ങൾ വരുന്നു. എന്നൊക്കെ ഇനിയിപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാക്ടീസിൻ്റെ സമയത്ത് ഈ ഇത്തരം പ്രശ്നങ്ങൾ ധാരാളമായിട്ട് വരും. ഫോഗി വിഷൻ, ഒരു മൂടൽമഞ്ഞിലൂടെ കാണുന്ന പോലെ. സ്പാർക്സ് ബിഫോർ ദ ഐസ്, കണ്ണിന് മുമ്പിൽ ഇങ്ങനെ തീ പാറുന്നത് പോലെ. വീക്ക് വിഷൻ, കുറേ പൊതുവെ ദുർബലമായ കാഴ്ച. ചുരുക്കി പറഞ്ഞാൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടെല്ലാ പ്രശ്നങ്ങളും അതിലുണ്ട്. കണ്ണിൻ്റെ ഉൾഭാഗത്തിൻ്റെ പ്രശ്നങ്ങളും പുറം ഭാഗത്തിൻ്റെ പ്രശ്നവും ഒരുപോലെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം കെൻ്റ് ഇവിടെ പറയുന്നത്, കെൻ്റ് സാധാരണ ഇങ്ങനെ പറയാത്തൊരു വാചകമാണ്, ഇറ്റ്സ് റെക്കമെൻഡഡ് ഫോർ കാറ്ററാക്ട്. പുള്ളി അങ്ങനെ ഒന്നും റെക്കമെൻഡ് ചെയ്യാത്തതാണ്. ഇപ്പോൾ തിമിരത്തിന് വേണ്ടി കെൻ്റ് കാലി സൾഫ്യൂറിക് റെക്കമെൻഡ് ചെയ്യുന്നു. ഇതൊക്കെ ബയോകെമിക് തെറാപ്പിയുമായിട്ട് കൂടി കമ്പയർ ചെയ്ത് വായിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്തൊക്കെ അതിൽ വരുന്നു, അതിലെന്തൊക്കെ ഇതിൽ വരുന്നില്ല, അങ്ങനെയൊക്കെ നോക്കാവുന്നതാണ്. കാറ്റർ ഓഫ് ഇസ്റ്റേഷൻ ട്യൂബ്സ് ആൻഡ് മിഡിൽ ഇയർ, കാതുമായിട്ട് ബന്ധപ്പെട്ട് മധ്യകർണത്തിൽ കാതിൽ നിന്നുള്ള ആ കുഴലിൽ ഒക്കെ കഫത്തിൻ്റെ പ്രശ്നങ്ങൾ. ഡ്രൈനസ് ഓഫ് ദ മിഡിൽ ഇയർ, മധ്യകർണത്തിൽ വരണ്ട അവസ്ഥയുണ്ട്. ഡിസ്ചാർജ് ഫ്രം ഇയർ, കാതിൽ നിന്നും പലതരം സ്രവങ്ങൾ വരുന്നു. മഞ്ഞ നിറത്തിൽ, യെല്ലോ ഇറ്റാലിക്സിലാണ്. തിൻ, നേർത്തത്. ബ്രൈറ്റ് യെല്ലോ, സ്വർണം പോലെയൊക്കെ തോന്നുന്ന തരത്തിലുള്ള നിറത്തിൽ. ഓർ ഗ്രീനിഷ്, പച്ച നിറത്തിൽ. ബ്ലഡി, രക്തം കലർന്നു ആകാം. ഒഫൻസീവ് ഉണ്ട്, ദുർഗന്ധമുണ്ട്, അത് ഇറ്റാലിക്സിലാണ്. പ്യൂരുലൻ്റ്. ഇറപ്ഷൻസ്, എക്സീമ, എക്സ്കോറിയേറ്റഡ്, പിമ്പിൾസ്. കാതിൽ പലതരം ഇറപ്ഷൻസ് വരുന്നുണ്ട്, പരുക്കൾ വരുന്നുണ്ട്, വരട്ടിയൊറി പോലെ വരുന്നുണ്ട്. അതിൻ്റെ സ്രവം വരാൻ നേരത്ത് അവിടെ തൊലി ദ്രവിച്ചു പോകുന്നു. മുഖക്കുരു പോലെ അല്ലെങ്കിൽ മുള്ളു പോലെയൊക്കെ ഉള്ള അഗ്രങ്ങളുള്ള ഇറപ്ഷൻസ് വരുന്നു. ഇറപ്ഷൻസ് ബിഹൈൻഡ് ഇയേഴ്സ്, കാതിൻ്റെ പിന്നിലുള്ള ഇറപ്ഷൻസ്. ഇച്ചിങ് ഇൻ ഇയേഴ്സ്, കാതിനകത്ത് ചൊറിച്ചിൽ. നോയ്സസ്, ബസ്സിങ്, ചിർപ്പിംഗ്, ക്രാക്കിംഗ്, ക്രാക്ലിംഗ്, ഹമ്മിങ്, റിങ്ങിങ്, റോറിങ്, റഷിങ്, വിസിങ്. അപ്പോൾ റിങ്ങിങ് മണിമാതം പോലുള്ള ശബ്ദമാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. റോറിങ്, റഷിങ് ഇറ്റാലിക്സിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ എല്ലാത്തരം ശബ്ദങ്ങളും കാതിലുണ്ട്. മണിനാദം പോലുള്ള ശബ്ദം, ഇരമ്പം പോലെ, ഇരച്ചു കയറി വരുന്ന പോലെ, ഇതൊക്കെ അതിൽ പ്രൊമിനൻ്റ് ആണ്. ഫ്ലാപ്പിംഗ് സെൻസേഷൻ ഇൻ ദ ഇയർ, ചെവിയിലിങ്ങനെ എന്തോ ചിറകടിക്കുന്നത് പോലെ. പെയിൻ ഇൻ ഇയർ, ഈവനിങ്, ഏക്കിംഗ്, ബോറിംഗ്, കട്ടിംഗ്, പ്രസ്സിംഗ്, സ്റ്റിച്ചിങ്, ടിയറിങ്. ചെവിയിലും എല്ലാത്തരം വേദനകളുണ്ട്. സായാഹ്നത്തിലാണ് കൂടുതലും, ഈവനിങ്. ഇറ്റ് ഹസ് ക്യൂർഡ് പോളിപ്പസ്, ചെവിയിൽ ദശവളർച്ചയെ ഇത് സുഖപ്പെടുത്തിയ ചരിത്രമുണ്ട്. ദ ഇയേഴ്സ് ഫീൽ സ്റ്റോപ്ഡ് ആൻഡ് പൾസേറ്റ്, ചെവി അടഞ്ഞു പോയിട്ട് അവിടെ സ്പന്ദിക്കുന്ന പോലെ, വിങ്ങുന്നത് പോലെ. ദ ഹിയറിംഗ് ഈസ് ഇമ്പയർഡ്, കേൾവി കുറയുന്നു. ഫ്ലൂവൻ കൊറൈസ, കാറ്റാറ വിത്ത് ഡിസ്ചാർജ്, ബ്ലഡി, ബേണിംഗ്, എസ്കോറേറ്റിംഗ്, ഗ്രീനിഷ്, ഒഫൻസീവ്, പ്യൂർലൻഡ്, തിൻ, യെല്ലോ, സ്ലിമ്മി ഓർ തിക്ക് ആൻഡ് വിസിഡ്. കാറ്റാറൽ ഡിസ്ചാർജസും ഏതാണ്ട് എല്ലാ തരത്തിലും ഉണ്ട്. ഇതിൽ യെല്ലോ എന്നുള്ളത് ക്യാപിറ്റലിലാണ്, മഞ്ഞ നിറത്തിൽ ആണ് കൂടുതൽ പ്രൊമിനൻ്റ്. തിൻ എന്നുള്ളതും ഇറ്റാലിക്സിലാണ്, നേർത്തത്. എന്നാൽ രക്തം കലർന്നത്, പൊള്ളുന്നത്, ദ്രവിപ്പിക്കുന്നത്, ദുർഗന്ധമുള്ളത്, കട്ടിയുള്ളത്, എളുപ്പം ഒഴുകിപ്പോകുന്ന എല്ലാ തരത്തിലുള്ള ഡിസ്ചാർജും ഉണ്ട്. ഡ്രൈനസ് ഇൻ ദ നോസ്, മൂക്കിൽ വരണ്ട അവസ്ഥയുണ്ട്. ബ്ലീഡിങ് ഇൻ മോർണിംഗ് ഓൺ ബ്ലോയിങ്, പ്രഭാതത്തിൽ മൂക്കി കയറ്റുമ്പോൾ ചോര വരും. ഇച്ചിങ് ഇൻ നോസ്, മൂക്കിൽ ചൊറിച്ചിൽ, അത് ഇറ്റാലിക്സാണ്. ഒബ്സ്ട്രക്ഷൻ, മൂക്ക് അടഞ്ഞിരിക്കുന്നു. പെയിൻ, ബേണിങ്, വേദന, പൊള്ളുന്ന സെൻസേഷൻ. സോർനസ് ഇൻ നോസ് ഓഫ് സെപ്റ്റം, മൂക്കിനെ വേർതിരിക്കുന്ന ഭിത്തിയിൽ ഒരു സോർ ഫീലിംഗ്. സ്മെൽ അക്യൂട്ട്, ലേറ്റർ ലോസ്റ്റ്, ആദ്യം മണം അധികമായിട്ട് വളരെ പെട്ടെന്ന് നിസ്സാര മണങ്ങൾ പോലെ അറിയുന്നു, പിന്നീട് മണം ഇല്ലാതാകുന്നു. സ്നീസിങ്, തുമ്മൽ, സോളനോസ്, മൂക്ക് വിങ്ങി വരുന്ന അവസ്ഥ.
സിക്ലി യെല്ലോ ക്ലറോട്ടിക് ഫേസ്, മുഖം മൊത്തത്തിൽ കണ്ടാൽ രോഗിയെപ്പോലെ ഇരിക്കും, മഞ്ഞ നിറത്തിൽ വിളറിയ. ക്ലറോട്ടിക് എന്നുള്ളത് ഇറ്റാലിക്സ് ആണ്. ആകെ വിളറി പിത്തം പിടിച്ച പോലെ ഇരിക്കും എന്നൊക്കെ പറയില്ലേ. ക്രാക്കഡ് ലിപ്സ്, ചുണ്ടുകൾ ഇങ്ങനെ വിണ്ടു കീറിയിരിക്കുന്നു. സംടൈംസ് പെയിൻ, ചുണ്ട് ചില സമയം മഞ്ഞ നിറത്തിൽ പിത്തം പിടിച്ച പോലെ ഇരിക്കും, ചില സമയം ഇങ്ങനെ വൃത്താകൃതിയിൽ ചുവന്ന നിറത്തിൽ വൃത്താകൃതിയിൽ ഉള്ള ഡിസ്കളറേഷൻ മുഖത്ത് വരാം. സഫറിങ്, സിക്ലി എക്സ്പ്രഷൻ, മുഖം കണ്ടു കഴിഞ്ഞാൽ നേരത്തെ സിക്ലി പറഞ്ഞു, രോഗിയാണ്, അയാൾ എന്തിനൊക്കെ സഹിക്കുന്നുണ്ട്, വല്ലാത്ത സഹനത്തിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണെന്ന് മുഖഭാവം കണ്ടാൽ തോന്നിക്കും, അങ്ങനത്തെ ഒരു മുഖം. ഇറപ്ഷൻസ് ഓൺ ഫേസ്, ലിപ്സ് ആൻഡ് നോസ്, മുഖത്ത് ചുണ്ടിലും മൂക്കിലൊക്കെ പലതരം പരുക്കൾ കുരുക്കളൊക്കെ വരുന്നുണ്ട്. ഹെർപ്പസ്, പിമ്പിൾസ് ആൻഡ് സ്കെയിൽസ്, വരട്ടി ചൊറി പോലെ വരുന്നു, അതിൽ സ്കെയിൽസ് ചിതമ്പൽ പോലെ മുഖത്ത് വരുന്നു. ഡിസ്കമേറ്റിംഗ് ഫേസ്, മുഖത്തെ പുറംതൊലി പൊഴിഞ്ഞു പോകുന്നു. ഫ്ലഷസ് ഓഫ് ഹീറ്റ്, ഇച്ചിങ്, ഇങ്ങനെ ചുട്ടുനീറ്റൽ പോലെ ചൊറിച്ചിൽ. ഇൻഫ്ലമേഷൻ ഓഫ് ദ സബ്മാക്സിലറി ഗ്ലാൻഡ് വിത്ത് സ്വെല്ലിങ്, ആ കവിളിലും മറ്റുമൊക്കെ ഉള്ള ആ ഗ്രന്ഥികളിൽ വീക്കം വരുന്നു, വിങ്ങിയിരിക്കുന്നു. പ്രോസോഫാൾജിയ, മുഖം വേദന, മുഖത്ത് വേദന. അഗ്രവേറ്റ് വെൻ ദ റൂം ബിക്കംസ് ടു വാം, മുറി വല്ലാതെ ചൂടാകുമ്പോഴാണ് ഈ മുഖം വേദന വർദ്ധിക്കുന്നത്. ആൻഡ് ഇൻ ദ ഈവനിങ്, സായാഹ്നത്തിൽ വർദ്ധിക്കും. അമീൽറേറ്റ് ഇൻ ദ ഓപ്പൺ എയർ, തുറസായ വായുവിൽ അതിന് ശമനം കിട്ടും. ദ പെയിൻസ് ആർ ഡ്രോയിങ്, സ്റ്റിച്ചിങ് ആൻഡ് സ്റ്റിയറിങ്, മുഖത്തുള്ള വേദന വലിച്ചു കീറുന്ന പോലെ, കുത്തുന്ന പോലെ ഒക്കെയുള്ള വേദനകളുണ്ട്. പെർസ്പിറേഷൻ ഓഫ് ദ ഫേസ്, മുഖം വല്ലാതെ വേർക്കുന്നു. സ്വോളൻ ഗ്ലാൻസ് ഓഫ് ജോ, സ്വോളൻ ലിപ്സ്, താടിയിലെ ഗ്രന്ഥികൾ വിങ്ങുന്നു, ചുണ്ടുകൾ നീർവീക്കം വന്ന് വീർത്തിരിക്കുന്നു. ട്വിച്ചിങ് ഫേസ്, മുഖത്തിങ്ങനെ വലിച്ചു കോച്ചൽ, മുഖം കോടൽ പോലെയൊക്കെ. ഇറ്റ് ഹസ് ക്യൂർഡ് എ വാർട്ട് ഓൺ ദ ലിപ്പ് ആൻഡ് വിൽ ക്യൂർ എപ്പിത്തീലിയോമ വെൻ ദ സിംറ്റംസ് എഗ്രി, ഈ ചുണ്ടുകളിലുള്ള അരിമ്പാറയെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. തൊലിയിലുള്ള മുഴകൾ അതിനെ എപ്പോഴാണ് സിംറ്റംസ് എഗ്രി, എൻ്റെ എപ്പോഴും ആവർത്തിച്ച് വരുന്ന കാര്യമാണ് സിംറ്റംസ് എഗ്രി. ആളുടെ ജനറൽ കണ്ടീഷൻസ്, ആളുടെ മൊഡാലിറ്റീസ് അതൊക്കെ എഗ്രി ചെയ്യുകയാണെങ്കിൽ ഈ ചുണ്ടിൽ വരുന്ന അരിമ്പാറ, മുഖത്ത് വരുന്ന തൊലി വരുന്ന മുഴകൾ ക്യാൻസറസ് ആകാം, അല്ലാതെയാകാം, മാലിഗ്നൻ്റോ ബെനിയനോ ആകാം. അപ്പോൾ കെന്നിയുടെ പറയുന്ന വെൻ ദ സിംറ്റംസ് എഗ്രി, അയാളുടെ ജനറൽ കണ്ടീഷൻ, ജനറൽ സിംറ്റംസ് എഗ്രി ചെയ്യണം, മൊഡാലിറ്റീസ് എഗ്രി ചെയ്യണം. ഒരു കാരി സെൽഫ് പേഷ്യൻ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ മുഖത്തുണ്ടാകുന്ന മുഴകളും തൊലിപ്പുറത്തുണ്ടാകുന്ന മുഴകളും ഒക്കെ മാറിപ്പോകും. ആഫ്തൈൻ മൗത്ത്സ്, വായിൽ ചെറിയ വ്രണങ്ങൾ. ഡ്രൈനസ് ഓഫ് മൗത്ത് ആൻഡ് ബ്ലീഡിങ് ഗംസ്, വായ വരണ്ടിരിക്കുന്നു, മൂളകളിൽ നിന്നും രക്തവാർച്ച. മ്യൂക്കസ് ഇൻ മൗത്ത്സ് ആൻഡ് ഓൺ ദ ടങ്, വായിലും നാവിലുമൊക്കെ കഫം വന്നിരിക്കുന്നു. സോർ ബേണിംഗ് ടങ്, നാവ് പൊള്ളുന്നു, വേദന, നൊമ്പരം. സലൈവേഷൻ, വായിൽ ഉമിനീര് വന്ന് നിറയുന്നു. ഈ സലൈവേഷൻ നമ്മൾ പല ഔഷധങ്ങളിലതുണ്ട്. വളരെ പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനുമായിട്ട് ഈ വിഷയം സംസാരിക്കാനുള്ളൊരു സന്ദർഭം എനിക്ക് കിട്ടി. വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയൊരു ലേഖനത്തിൽ എനിക്ക് തോന്നുന്നു എം ഡി വാസുദേവൻ നായരോ സുകുമാർ അഴീക്കോടോ അങ്ങനെ ആരോ, അദ്ദേഹം വളരെ പേഴ്സണലായിട്ട് അടുപ്പമുള്ള എഴുതിയൊരു ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ വായിൽ എപ്പോഴും ഇങ്ങനെ ഒരു കൊഴുത്ത ദ്രാവകം വന്ന് നിറയും, അത് ഇടക്കിടക്ക് തുപ്പിക്കളയും, അതിന് വേണ്ടിയിട്ട് കോളാമ്പി എപ്പോഴും വെച്ചിരിക്കും എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. 1992 91-92 കാലത്തിൽ ഞാൻ കോഴിക്കോട് മൾബറി ബുക്സിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവിടെ പോകുമായിരുന്നു. അവധി ദിവസങ്ങളിൽ പോയി അവർക്ക് വേണ്ടി ചില എഡിറ്റിംഗ് വർക്കുകളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ കോഴിക്കോട് പോയി ഒരു ദിവസം നിൽക്കുകയാണെങ്കിൽ, അവധിയൊക്കെ ഉണ്ടെങ്കിൽ 1-2 ദിവസം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ബേപ്പൂർ ബഷീറിൻ്റെ അടുത്ത് പോകുമായിരുന്നു. ബഷീറിൻ്റെ അടുത്ത് പോയി പല കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ രചനാലോകമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് എൻക്വയറി ചെയ്യുന്ന അന്വേഷണങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ സന്ദർഭം കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഹോമിയോപ്പതിയുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അദ്ദേഹം കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ ഒളിവിൽ താമസിക്കുമ്പോൾ ഒരു ഭീകര പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ നക്സൽ പ്രസ്ഥാനം പോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ചു കാലം ഉണ്ടായിരുന്നു. മട്ടാഞ്ചേരി ഒളിവിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കോമ്പൗണ്ടറായിരുന്നു. കോമ്പൗണ്ടറായിരുന്ന സമയത്ത് അക്വാഡിസ്റ്റ് എന്ന് എഴുതിയത് കണ്ടിട്ട് വെള്ളത്തിന് പകരം
മെഥിലേറ്റഡ് സ്പിരിറ്റ് എടുത്തൊരു പേഷ്യൻറ്റിന് കൊടുത്ത് വലിയ കുഴപ്പമുണ്ടായൊരു സംഭവമൊക്കെ പുള്ളി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഈ വായിൽ ഉമിനീര് നിറയുന്ന പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഞാനും കാണുന്നുണ്ട് കോളാമ്പിയുണ്ട്, ഇടയ്ക്ക് അതിലേക്ക് തുപ്പും. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇത് എങ്ങനെ വന്നതാണ്, പണ്ട് മുതലുണ്ടോ? പണ്ട് മുതലൊന്നുമില്ല, രാത്രിയാണ് കൂടുതൽ. രാത്രി എപ്പോഴും ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വായുടെ ഒലിക്കും. അപ്പോൾ എങ്ങനെ തുടങ്ങി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അധികാരമൊന്നും ആയില്ല, അത് ഒരിക്കലും ഭയങ്കര വയറുവേദന വന്നു, കടുത്ത വയറുവേദന. അപ്പോൾ ഡോക്ടർ വന്നു, വീട്ടിലൊരു പരിചയക്കാരൻ ഡോക്ടർ വന്നു. എന്തോ ആദ്യം കുറച്ച് മരുന്നൊക്കെ കൊടുത്തു, അതൊന്നും മാറിയില്ല. പിന്നെ ശക്തിയേറിയ ആൻറ്റിബയോട്ടിക് എന്തോ കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ മാറിയെന്നേ ഉള്ളൂ. ഏതാണ്ട് ആ ആഴ്ച തന്നെ വായിൽ ഉമിനീര് വന്നു നിറയുന്ന പ്രശ്നം ആരംഭിക്കുകയും ചെയ്തു. അന്ന് മുതലാണ് ഇന്ന് വരെ അത് മാറിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ആൻറ്റിബയോട്ടിക് ചെയ്യിക്കാം, നമുക്ക് കോഴിക്കോടാകുമ്പോൾ ഡോക്ടർമാരെ നമുക്ക് ധാരാളമുണ്ട്, അതൊന്ന് പോടാ, ഇപ്പം അതൊന്നും വേണ്ട, ഇപ്പം ചാവാറായി, കിളവനായി, ഇനിയിപ്പോൾ അതങ്ങനെ ഇരുന്നോട്ടെ, എനിക്കതുകൊണ്ട് ശീലമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമാശ മട്ടിൽ പറഞ്ഞു. എനിക്ക് ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾസൊക്കെ എനിക്കറിയാം, ഞാനിങ്ങനെ കോമ്പൗണ്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഹോമിയോപ്പതിയെക്കുറിച്ചൊക്കെ ആ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കാലം, ഏതാനും മാസങ്ങൾ മാത്രം. ടേസ്റ്റ് ഇൻസിപ്പിഡ്, പ്യൂട്രിഡ്, സോർ, സ്വെറ്റിഷ്, വാണ്ടിങ്. വായുടെ രുചിയുമായിട്ട് ബന്ധപ്പെട്ടും പലതരം പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ ആഹാര സാധനമൊക്കെ ചീഞ്ഞ പോലുള്ള രുചി, ചവർപ്പ്, മധുരം, രുചിയൊന്നും കിട്ടാത്ത അവസ്ഥയുണ്ട്. കോട്ടഡ് യെല്ലോ സ്ലിമ്മി ടങ്, മോസ്റ്റ്ലി അറ്റ് ദ ബേസ്. നാവിൽ, വിശേഷം നാവിൻ്റെ ബേസിൽ മഞ്ഞ നിറത്തിലുള്ള കോട്ടിങ്, ആവരണം. ടൂത്തേക്ക് അഗ്രവേറ്റ് ഇൻ വാം റൂം, അമീലറേറ്റ് ഇൻ കൂൾ ഫ്രഷ് എയർ. പല്ലുവേദന ചൂടുള്ള മുറിയിൽ വർദ്ധിക്കുന്നു, തണുത്ത ഫ്രഷ് എയറിലേക്ക് പോകുമ്പോൾ അതിന് ശമനം കിട്ടുന്നു. ഡ്രൈനസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ത്രോട്ട്, തൊണ്ട വരണ്ടിരിക്കുന്നു, തൊണ്ട ഞെരുങ്ങി ഇടുങ്ങിയിരിക്കുന്ന പോലെ. ഫ്രീക്വൻറ്റ് ഹോക്കിംഗ് ഓഫ് മ്യൂക്കസ്, ഇടയ്ക്കിടയ്ക്ക് കഫം ഇങ്ങനെ പുറത്തേക്ക് തുപ്പി വരുന്നു. ഹീറ്റ് ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ത്രോട്ട്, തൊണ്ടയിൽ ചൂടും വീക്കവും. സെൻസേഷൻ ഓഫ് എ ലംപ് ഇൻ ദ ത്രോട്ട്, തൊണ്ടയിലൊരു എന്തോ കെട്ടി നിൽക്കുന്ന പോലെ. മ്യൂക്കസ് ഇൻ ദ ത്രോട്ട് ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിൽ തൊണ്ടയിൽ കഫം. മ്യൂക്കസ് ഇൻ ദ ത്രോട്ട് ഇറ്റാലിക്സിലാണ്. പെയിൻഫുൾ സോർ ത്രോട്ട്, വേദനാജനകമായ തൊണ്ട. പെയിൻ ഓൺ സോളോയിങ്, ആഹാരം വിഴുങ്ങുമ്പോൾ വേദന. റോണസ്, ബേണിംഗ് ആൻഡ് സ്റ്റിക്കിങ്, അപ്പോൾ തൊണ്ടയിൽ പൊള്ളലുണ്ട്, തൊലി പോയ പോലെയുണ്ട്, ഒട്ടിപ്പിടിക്കുന്ന പോലെ തൊണ്ടയിൽ. ടോൺസിൽസ് മച്ച് സോളൻ, ടോൺസിൽസ് വിങ്ങിയിരിക്കുന്നു. സോളോയിങ് ഡിഫിക്കൽട്ട്, അതുകൊണ്ട് വിഴുങ്ങാൻ പ്രയാസം, ആഹാരം ഇറക്കാൻ പ്രയാസം. ഇനി വയറുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രേറ്റ് ആങ്സൈറ്റി ആൻഡ് ഡിസ്ട്രസ് ഇൻ സ്റ്റൊമക്ക്, വയറിന് വല്ലാതെ ഒരു ഉത്കണ്ഠ അനുഭവപ്പെടുന്നു, വല്ലാത്ത പ്രയാസം. ഹെപ്പറ്റൈറ്റിസ് ഇൻക്രീസ്ഡ്, വായിക്ക് വിശപ്പ് വർദ്ധിക്കുന്നു. റൈവ്നെസ് ഓർ വാണ്ടിങ്, വല്ലാത്ത വിശപ്പും ഇനി വിശപ്പില്ലാത്തൊരവസ്ഥ, അത് ഇറ്റാലിക്സിലാണ് വാണ്ടിങ്. അവേർഷൻ ടു ബ്രെഡ്, ടു എഗ്സ്, ടു ഫുഡ്, ടു മീറ്റ്, ടു ഹോട്ട് ഡ്രിങ്ക്സ് ആൻഡ് വാം ഫുഡ്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പത്തോട്, ബ്രെഡ്, അപ്പത്തോട്, അതായത് എനിക്ക് തോന്നുന്നത് ഗോതമ്പ് അടങ്ങിയ ആഹാരത്തോട് ഒന്ന് വേണേൽ പൊതുവെ പറയാം. ഒരു ബാബുചേട്ടൻ്റെ ഒരു ക്ലിനിക്കൽ അനുഭവം വെച്ചാണ് പറയുന്നത്, ഈ ഗോതമ്പിനോടുള്ളൊരു അനിഷ്ടം ഈ അവേർഷൻ ടു ബ്രെഡിൽ വരും എന്നൊരു നിരീക്ഷണമുണ്ട്. മുട്ടയോട്, പൊതുവെ ഭക്ഷണത്തോട്, മാംസത്തോട്, ചൂടുള്ള പാനീയങ്ങളോട്, ചൂടുള്ള ആഹാരത്തോടൊക്കെ ഇഷ്ടക്കേട്. കോൾഡ്നെസ് ഇൻ സ്റ്റൊമക്ക്, വയറിൽ തണുപ്പ് അനുഭവപ്പെടുന്നു. കാറ്റർ ഓഫ് സ്റ്റൊമക്ക്, വയറിൽ കഫം. ഡിസയേഴ്സ് സോർ ഡ്രിങ്ക്സ്, സ്വീറ്റ്സ്, കോൾഡ് ഡ്രിങ്ക്സ് ആൻഡ് കോൾഡ് ഫുഡ്. ഇഷ്ടം എന്താണ്? ക്രേവിംഗ് എന്ന് പറയുന്നില്ല, ഡിസയറിനെ പറയുന്നുള്ളൂ. അത്ര വലിയ പ്രൊവൻറ്റ് അല്ലെന്നർത്ഥം. സോർ, ചവർപ്പുള്ള സാധനങ്ങൾ. സ്വീറ്റ്സ്, മധുരം, ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്, അത് പ്രധാനമാണ്. തണുത്ത പാനീയങ്ങൾ, തണുത്ത ആഹാരം. ഡിസ്റ്റൻഷൻ ഓഫ് ദ സ്റ്റൊമക്ക്, വയർ വീർത്തുകെട്ടിരിക്കുന്നു. ഇറിറ്റബിൾ, ഈസിലി ഡിസോർഡർ സ്റ്റൊമക്ക്, എളുപ്പത്തിൽ വയറായ കുഴപ്പത്തിലാവും. സെൻസേഷൻ ഓഫ് എംപ്റ്റിനെസ് ആൻഡ് ഫെയിൻനെസ് ഇൻ സ്റ്റൊമക്ക്, വയർ കാലിയായ പോലെ, അങ്ങോട്ട് മൊഹാലസ്യം വരുന്ന പോലെ, വയർ കാലിയായിട്ട് തലകറക്കമൊക്കെ വരുന്നതൊക്കെ ചിലർ പറയില്ലേ. ഇറക്ടേഷൻസ് ആഫ്റ്റർ ഈറ്റിംഗ്, ബിറ്റർ, എംറ്റി ഓഫ് ഫുഡ്, സോർ, വാട്ടർ ബ്ലാഷ് എക്സെട്ര. ആഹാരം കഴിഞ്ഞ ശേഷം പുളിച്ചത് കിട്ടൽ, കയ്പുള്ളത്, ഒന്നുമില്ലാതെ കാലിയായിട്ട് കഴിച്ച ആഹാരം വരുന്നു. സോർ, ചവർപ്പുള്ള വരുന്നു. വാട്ടർ ബ്ലാഷ്, വെറുതെ വെള്ളവും വരാം. ഇറക്ടേഷൻസ് അമീലറേറ്റ്, അപ്പോൾ ഈ ഇത്തരം പൊളിച്ചു കെട്ടലുകൊണ്ട് വയറിൻ്റെ പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടാവും. ഗാസ്ട്രോഡിയോഡോണൽ കാറ്റാറ വിത്ത് ജോണ്ടീസ്, ആ വയറിൻ്റെ ചെറുകുടലിൻ്റെ മോൾ ഭാഗത്ത്
കഫക്കെട്ട് വരുന്നു, ആ മുകളുടെ വയറിൻ്റെ മേൽഭാഗത്ത് വേദനയും ഓക്കാനും ഒക്കെ വരുന്നു, ഒപ്പം മഞ്ഞപ്പിത്തവും. മഞ്ഞപ്പിത്തത്തോട് സാധാരണ ചേർന്ന് വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഫുൾനെസ് ആഫ്റ്റർ ഈറ്റിംഗ് എവർ സോ ലിറ്റിൽ, എത്ര കുറച്ച് കഴിച്ചാലും വയറ് വല്ലാതെ വീർത്ത് വരും. എവർ സോ ലിറ്റിൽ ഇറ്റാലിക്സിലാണ്. ലൈക്കോപോഡിയുമായിട്ടുള്ള ഒരു സാമ്യം ഇവിടെ പറയുന്നുണ്ട്. ഹേർട്ട് ബോൺ ഹെവിനെസ് ആൻഡ് ഫ്ലഷസ് ഓഫ് ഈറ്റ്, നെഞ്ചരിച്ചിൽ, വയറിൽ ഭാരം, ചുട്ട് നീറ്റൽ വാരി വരുന്നു. ഹിക്കഫിങ്, എക്കിള്, ലോത്തിങ് ഓഫ് ഫുഡ്, ആഹാരത്തോടാണ് ഇഷ്ടം. ന്യോസിയ ഡ്യൂറിങ് ചിൽ, ഡ്യൂറിങ് കോഫ്, ആഫ്റ്റർ കോൾഡ് ഡ്രിങ്ക്സ്, ആഫ്റ്റർ ഈറ്റിംഗ്, വിത്ത് ഹെഡ് ഏക്ക് ഓൺ മോഷൻ. ഓക്കാൻ വരുന്ന എപ്പോഴേക്കാണ്? കുളിരും പനിയുള്ളപ്പോൾ, ചുമയുള്ളപ്പോൾ, തണുത്ത പാനീയങ്ങൾ കുടിച്ചു കഴിയുമ്പോൾ, ആഹാരം കഴിച്ചു കഴിയുമ്പോൾ, തലവേദനയോടൊപ്പം, വിത്ത് ഹെഡ് ഏക്ക് ഇറ്റാലിക്സിലാണ്, തലവേദനയോടൊപ്പം, ഓൺ മോഷൻ, ചലിക്കുമ്പോൾ. പെയിൻ സ്റ്റൊമക്ക് ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ആഹാരം കഴിച്ച ശേഷം, വെള്ളം കുടിച്ച ശേഷം വയറുവേദന. ബേണിംഗ്, ക്രാമ്പിംഗ്, കട്ടിംഗ്, പിഞ്ചിങ്, പ്രസ്സിങ്, സോർനെസ്, സ്റ്റിച്ചിങ്, വേദന എല്ലാ തരത്തിലുമുണ്ട്. വെട്ടുന്ന പോലെ, കുത്തുന്ന പോലെ, ഞെക്കുന്ന പോലെ, നൊമ്പരം, കുത്തൊക്കെ ഉണ്ട്. പൾസേഷൻ സ്റ്റൊമക്ക്, വയറിൽ വിങ്ങലുണ്ട്. റച്ചിങ് വെൻ കോഫിങ്, ചുമക്കാൻ നേരത്ത് ഛർദ്ദിക്കാൻ വരുന്നു, പക്ഷെ ഒന്നും ഛർദ്ദിച്ച് പോകുന്നില്ല. ബേണിംഗ് തേഴ്സ്റ്റ്, പൊള്ളുന്ന പോലുള്ള ദാഹം, ഇറ്റാലിക്സിലാണ്. വൊമിറ്റിംഗ് ഓൺ കോഫിങ് ആഫ്റ്റർ ഈറ്റിംഗ്, ഡ്യൂറിങ് ഹെഡ് ഏക്ക്, ഡ്യൂറിങ് മെൻസസ്. അപ്പോൾ ചുമക്കാൻ നേരത്ത് ഛർദിൽ, ആഹാരം കഴിച്ച ശേഷം ഛർദിൽ, തലവേദനയുള്ള സമയത്ത് ഛർദിൽ, ആർത്തവ സമയത്ത് ഛർദിൽ. വൊമിറ്റിംഗ് ബൈൽ, ഫുഡ്, മ്യൂക്കസ്, സോർ, പിത്തരസം ഛർദ്ദിച്ചു പോകും, ആഹാരം ഛർദ്ദിച്ചു പോകും, കഫം ഛർദ്ദിച്ചു പോകും, ചവർപ്പ് നിറത്തിൽ, സോർ ഇറ്റാലിക്സാണ്. കോൾഡ്നസ് ഇൻ ദ അബ്ഡമൻ, കോൾഡ്നസ് ഇറ്റാലിക്സ്, അടിവയറിൽ തണുപ്പ്. ഡിസ്റ്റൻഷൻ ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം വീർത്ത് കെട്ടിയ പോലെ, ഡിസ്റ്റൻഷൻ ഇറ്റാലിക്സാണ്. ലൈക്കോപോഡിയുമായിട്ടുള്ള കമ്പാരിസൺ. ഡ്രോപ്സി, നീർക്കെട്ട് വയറിൽ. എൻലാർജ് ലിവർ, കരള് വലുതായി വരുന്നൊരവസ്ഥ. ഒബ്സ്ട്രക്റ്റഡ് ഫ്ലാറ്റുലൻസ്, വായു നിറഞ്ഞിട്ടുണ്ട്, കീഴ്വായു പോകണം പക്ഷെ പോകുന്നില്ല, തടസ്സം. സെൻസേഷൻ ഓഫ് ഫുൾനെസ് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം വയറിങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലെ. സെൻസേഷൻ ഓഫ് എംപ്റ്റിനെസ് ഇൻ ലോവർ അബ്ഡമൻ ആഫ്റ്റർ സ്റ്റൂൾ അമീലറേറ്റ് ബൈ ഡിസ്പ്ലേസിങ് ഫ്ലാറ്റസ്, മലശോധനയ്ക്ക് ശേഷം അടിവയറ്റിൻ്റെ കീഴ്ഭാഗത്ത് ആകെ കാലിയായതുപോലെ. അതിന് ശമനം കിട്ടുന്നപ്പോഴാണ് ഈ ഫ്ലാറ്റസ് പോകാൻ നേരത്ത്, വായു പോകാൻ നേരത്ത്. ഹീറ്റ് ആൻഡ് ഹെവിനെസ്, ചൂടും ഭാരവും. കംപ്ലൈൻറ്റ്സ് ഇൻ ദ ലിവർ, കരളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ. ഈ ലിവറുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നത്തിന് ലൈക്കോപോഡിയം കൊടുത്ത ശേഷം കാലിസൾഫ് അതിനെ ഫോളോ ചെയ്ത് ഇൻഡിക്കേറ്റ് ചെയ്തൊരു അനുഭവം ബാബച്ച എന്നോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടും തമ്മിലുള്ള ബന്ധം അങ്ങനെയും വരാം. ഇച്ചിങ് ഓഫ് ദ സ്കിൻ, ചൊറിയിൽ. പെയിൻ ഇൻ അബ്ഡോമൻ അറ്റ് നൈറ്റ്, അടിവയറ്റിൽ രാത്രി വേദന. ക്രാമ്പിംഗ് ഡ്യൂറിങ് ഡയറിയ ആഫ്റ്റർ ഈറ്റിംഗ്, ബിഫോർ ദ മെൻസസ്, ഡ്യൂറിങ് മെൻസസ്, അഗ്രവേറ്റ് ബൈ മോഷൻ. വയറിലിങ്ങനെ കൊളുത്തിപ്പിടുത്തം പോലെ വയറിളകുന്ന സമയത്ത്, ആഹാരം കഴിച്ച സമയത്ത്, ആർത്തവത്തിന് മുൻപ്, ആർത്തവ സമയത്ത് ചലനം കൊണ്ട് ഈ കൊളുത്തിപ്പിടുത്തം വർദ്ധിക്കും. പ്രസ്സിങ് ഇൻ ഹൈപ്പോഗാസ്ട്രിയം ആൻഡ് ലിവർ, അടിവയറിൻ്റെ മധ്യഭാഗത്തും കരളിൻ്റെ ഭാഗത്തും ഞെങ്ങുന്ന പോലെ വേദന അനുഭവം. സോർനെസ് ഇൻ അബ്ഡോമൻ ആൻഡ് ഇൻ ദ ലിവർ, അടിവയറ്റിലും കരളിൻ്റെ ഭാഗത്തും നൊമ്പരം. സ്റ്റിച്ചിങ് ഇൻ ദ അബ്ഡമൻ, ഇൻ ദ സൈഡ്സ് ഓഫ് ദ അബ്ഡമൻ, ഇൻ ദ ഇഞ്ചിനൽ റീജിയൻ, ഇൻ ദ ലിവർ. അപ്പോൾ അടിവയറിൻ്റെ രണ്ട് ഭാഗത്തും മധ്യഭാഗത്തും കരളിൻ്റെ ഭാഗത്തുമൊക്കെ കുത്തുന്ന പോലുള്ള വേദന. പൾസേറ്റിംഗ്, വിങ്ങൽ. റംബ്ലിംഗ് ബിഫോർ സ്റ്റൂൾ, മലശോധനയ്ക്ക് മുമ്പ് ആകെ ഒരുതരം ഉരുണ്ട് കയറുന്ന പോലെ, ഇരച്ചിൽ പോലെ. ട്രംബ്ലിംഗ് ഇൻ അബ്ഡമൻ, അടിവയറ്റിലിങ്ങനെ വിറയൽ. അടിവയറുമായിട്ട് ബന്ധപ്പെട്ടും നിരവധി ലക്ഷണങ്ങളുണ്ട്. കരളുമായിട്ടുള്ള ബന്ധം, മഞ്ഞപ്പിത്തമായിട്ടുള്ള ബന്ധമൊക്കെ ഇവിടെ അതിനോട് ഇംപ്ലൈ ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുക. ഇതേപോലെ അനുഭവങ്ങളിലൂടെ അതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. വളരെ ഉപകരിക്കുന്നൊരു ഔഷധമാണ് കാലിസൾഫ്യൂരിക്കം. തുടർന്ന് വരുന്ന 2 എപ്പിസോഡുകളിൽ ഇതേപോലെ നിരവധി വിലപ്പെട്ട അറിവുകളിൽ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.